നിങ്ങൾ ആ ക്രൂശിലേക്ക് നോക്കിയേ. നിങ്ങൾ ഇരിക്കുന്നിടത്ത് കത്തും, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് കത്തും, നിങ്ങളുടെ അവസ്ഥ ഇന്ന് പകൽ മാറും. ആ ക്രൂശിൽ അധികാരത്തിന്റെ താക്കോൽ പിടിച്ചിരുന്ന പിശാച് അവന്റെ അധികാരവും ചെങ്കോലും അവിടെ താഴെ വെച്ചു. ആമേൻ. അവന്റെ അധികാരം അവിടെ ഉടഞ്ഞു വീണു. ഇന്ന് പകൽ നിന്റെ കുടുംബത്തിൽ ചിലത് ഉടഞ്ഞു വീഴുന്ന പകലാ, തകർന്നു വീഴുന്ന പകലാ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടിയവൻ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിന്റെ കുടുംബത്തിൽ ഒരു ജയത്തിന്റെ ഉത്സവത്തെ അവൻ വെളിപ്പെടുത്താൻ പോവുകയാ. ഹല്ലേലൂയ. തിരിച്ചറിയുന്ന ജനം കരങ്ങൾ അടിച്ച് കർത്താവ് നന്ദി പറഞ്ഞാട്ടെ, കരങ്ങൾ അടിച്ച് നന്ദി പറഞ്ഞാട്ടെ. ഇന്ന് പകൽ ചില കെട്ടുകൾ അടിയുകയാണ്. നിന്റെ കുടുംബത്തിന്മേൽ വ്യാപരിച്ച പശ്ചാത്തല മണ്ഡലം ഇന്ന് പകൽ അഴിഞ്ഞു മാറിയിട്ട് ഒരു വലിയ വിടുതൽ നിന്റെ കുടുംബത്തിന്റെ മീതെ ഇന്ന് പകൽ ഇറങ്ങി വരികയാ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യേശുക്രിസ്തു ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നില്ലയോ? ആമേൻ. അവൻ സമ്പന്നനായിരുന്നു, എന്നാൽ അവൻ ദരിദ്രനായി. ആർക്ക് വേണ്ടി? എനിക്കും നിനക്കും വേണ്ടി, എനിക്കും നിനക്കും വേണ്ടി യേശു ദരിദ്രനായി തീർന്നു. ആ കൃപ നീ അറിയുന്നില്ലയോ? ഇന്ന് ആ കൃപ അറിയുന്നുണ്ടെങ്കിൽ, ആ കൃപ അറിയുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നന്മ പേടിക്കുന്ന ആ കരമൊക്കെ നല്ലപോലെ എടുത്തു നോക്കിയേ. ആ കരമൊക്കെ കൈ കർത്താവ് ദാനെന്ന കൈയൊക്കെ നോക്കിയേ. ആ കൈക്കകത്ത നീ എല്ലാ നന്മയും പ്രാപിക്കുന്നേ, എല്ലാം വാങ്ങി എടുക്കുന്നേ. ഹല്ലേലൂയ. നിന്റെ കരം വെറുതെയല്ല, ദൈവത്തെ നന്മ അനുഭവിക്കാനുള്ള കരമാ. ഹല്ലേലൂയ. അവന്റെ വിടുതൽ പ്രാപിക്കാനുള്ള കരമാ. നിന്റെ കരം ശപിക്കപ്പെട്ട കരമല്ല കേട്ടോ, നിന്റെ കരം ക്രിസ്തു അനുഗ്രഹിച്ച കരമാ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ആരാ നിന്നെ പഠിപ്പിച്ചേ നിനക്ക് ഒരു വിടുതലുമില്ലെന്ന്? സ്തോത്രം. ഇന്ന് പകൽ തൂത്ത് കളഞ്ഞേക്ക്, ആവശ്യമില്ലാത്ത തൂത്ത് കളഞ്ഞേക്ക്. നീ യേശുവിലേക്ക് വാ, നീ യേശുവിലേക്ക് നോക്ക്. അവിടെ നിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞടക്കുന്നു. അവിടെ ബന്ധനമില്ല, ക്രിസ്തുവിൽ ബന്ധനമില്ല, ക്രിസ്തുവിൽ ശാപമില്ല, ക്രിസ്തുവിൽ വിലാപമില്ല. ആമേൻ. ക്രിസ്തുവിൽ പരാജയമില്ല, ക്രിസ്തുവിൽ പകർച്ചയില്ല. ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവൻ പരാജയത്തിലാ. ക്രിസ്തുവില്ലേ നീ തകർന്നു കിടക്കുക, ക്രിസ്തുവില്ലേ നീ ബന്ധിക്കപ്പെട്ട് കിടക്കുക, ക്രിസ്തുവില്ലേ നീ നശിച്ചു കിടക്കുക. ക്രിസ്തു ഉണ്ടോ നീ നശിച്ചവനല്ല. ആരല്ല നിന്നെ നോക്കി നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞാലും നീ നശിച്ചു പോകത്തില്ല. കാരണം നിന്റെ നാശം മാറ്റിയത് എന്റെ യേശുവാണ്. ആമേൻ. സ്തോത്രം. വളരെ ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണേ. ഈ ദൈവ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. ആമേൻ. നിങ്ങളുടെ ജീവിതം മാറും. യേശുക്രിസ്തുവിൽ നിന്റെ ശാപം മുഴുവൻ അഴിഞ്ഞു. യേശുക്രിസ്തുവിൽ നിന്റെ ബന്ധനം മുഴുവൻ അഴിഞ്ഞു. യേശുക്രിസ്തുവിൽ നിന്റെ ജീവിതത്തിന്റെ പാകതയം മുഴുവൻ മാറുകയാ. ഇതുവരെ നീ ജീവിച്ചു തീർത്ത കഷ്ടതയുടെയും കണ്ണുനീരിന്റെയും വേദനയും ദുഃഖത്തിന്റെയും കണ്ണുനീരിന്റെയും വിലാപത്തിന്റെയും ജീവചരിത്ര പുസ്തകത്തിന് ഒരെണ്ട് കൽപ്പിച്ചിട്ട് ഒരു പുതിയ ജീവചരിത്ര പുസ്തകം എന്റെ യേശു എഴുതുകയാ. അത് യേശുവിന്റെ കൂടെയുള്ള ജീവിതത്തിന്റെ ചരിത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. യേശുവില്ലാത്ത ഒരു ജീവചരിത്രമുണ്ട്, യേശുവിന്റെ കൂടെയുള്ള ഒരു ജീവചരിത്രമുണ്ട്. യേശുവില്ലാതെയുള്ള ജീവചരിത്രം പരാജയത്തിന്റെ ചരിത്രമാണ്. യേശുവില്ലാതെ ജീവചരിത്രം നഷ്ടങ്ങളുടെ ചരിത്രമാണ്. യേശുവില്ലാതെ ജീവചരിത്രം നിനക്കെന്നും പിന്നെ കണ്ണുനീര് മാത്രം സമ്മാനിച്ച ജീവചരിത്രമാണ്. എന്നാൽ യേശു ഉള്ള ജീവിതത്തിന്റെ ചരിത്രം, ആമേൻ, അത് വിലാപത്തിൻ്റെതല്ല, അത് പരാജയത്തിൻ്റെതല്ല, അത് തകർച്ചയുടേതല്ല, അത് അത്ഭുതത്തിൻ്റെതാ. ഓരോ ദിവസവും അത്ഭുതം, ഓരോ ദിവസവും മഹാത്ഭുതം, ഓരോ ദിവസവും പുതിയ കൃപ, ഓരോ ദിവസവും പുതിയ സന്തോഷം, ഓരോ ദിവസവും പുതിയ പാട്ട്, ഓരോ ദിവസവും പുതിയ നന്മ, ഓരോ ദിവസവും പുതിയ എണ്ണ, ഓരോ ദിവസവും പുതിയ
പുതിയത് പുതിയത് ഇന്ന് പകൽ പുതിയത് പ്രാപിച്ച് മടങ്ങാൻ വന്ന ദൈവമക്കൾക്ക് അവനത് പ്രാപിച്ചല്ലാതെ മടങ്ങാൻ പറ്റത്തില്ല കേട്ടോ. പുതിയത് പ്രാപിച്ച് മടങ്ങാൻ വന്ന ദൈവമക്കളുണ്ടോ? അവർ ഇന്ന് പകൽ പുതിയത് പ്രാപിച്ച് ഈ ഹോൾ വിട്ട് പുറത്തു പോകത്തുള്ളൂ. അവൻ ഞാൻ ആത്മാവ് വിളിച്ചു പറയുന്നു, ഇന്ന് പകൽ യേശുവിന്റെ കരം നിന്റെ ജീവചരിത്രം മാറ്റാൻ പോകുകയാ. ആമേൻ, ഹല്ലേലൂയ. യേശു വരുന്നത് നിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ മാറ്റി എഴുതാനാ. ഒരിക്കൽ യേശു കർത്താവ് ഒരു കടൽക്കരയിലേക്ക് നടന്നു വന്നു. യേശു നടന്നു വന്നത് സ്തോത്രം ഒരു പുതിയ ചരിത്രവുമായിട്ടാ. ഒരു പുതിയ പുസ്തകം യേശു കയ്യിൽ കരുതി. അത് വെറും പുസ്തകമല്ല, അത് ജീവിതത്തിന്റെ പുസ്തകം. ആമേൻ, ലൈഫ് ഹിസ്റ്ററി എഴുതുന്ന ഒരു പുതിയ പുസ്തകം യേശു കർത്താവ് തന്റെ കയ്യിൽ കരുതി. അവിടെ പഴയ ജീവിതത്തിന്റെ ചരിത്രവും പേറി. ഓ സ്തോത്രം, ശൂന്യമായിരിക്കുന്ന തന്റെ പടകം വലയുമായി രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്തവനായി, എല്ലാം പരാജയമായി, എല്ലാം തകർച്ചയായി, നിരാശനായി, ആമേൻ, പാവൻ ആശ്രയം നഷ്ടപ്പെട്ടവനായി, നിരാലംബനായി, എല്ലാവരിലും കൈവിടപ്പെട്ടവനായി, ഒന്നും സാധ്യമല്ലാത്തവനായി, കുഴഞ്ഞവനായി, തളർന്നവനായി, മടുത്തവനായി ഒരുവൻ അവിടെ നിൽക്കുകയാണ്. അവന്റെ കയ്യിൽ ഇരിക്കുന്ന വലയെ നോക്കി അവൻ തന്നെ ശപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവന്റെ പടകിനെ നോക്കി അവൻ തന്നെ ശപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, തന്റെ കുടുംബത്തെ നോക്കി തന്നെ ശപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇതാ സ്തോത്രം, സകല ശാപത്തെയും ഒരു നിമിഷം കൊണ്ട് അനുഗ്രഹമാക്കി രൂപപ്പെടുത്തുവാൻ കഴിയുന്നവൻ. ആമേൻ, ശാപത്തിന്റെ രൂപത്തെ മാറ്റി അനുഗ്രഹത്തെ കൊണ്ടുവരാൻ കഴിയുന്നവൻ. ഓ സ്തോത്രം, ആ പഴയ പുസ്തകം ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഒരു പുതിയ പുസ്തകം അങ്ങോട്ട് കൊടുക്കാൻ അവിടേക്ക് വന്നു. ഇന്ന് പകൽ നിന്റെ പഴയ പുസ്തകം യേശുവിന് കൊടുക്ക്. എന്റെ പുതിയ പുസ്തകം നീ യേശുവിനെ പ്രാപിക്ക. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഇരിപ്പൊന്നും പോരാ കർത്താവിന്റെ അടുക്കേ. ഈ ഇരിപ്പൊന്നും പോരാ കർത്താവിന്റെ അടുക്കേ. ആമേൻ, യേശുവിന്റെ അടുക്കേ ഈ ഇരിപ്പ് പോരാ. സ്തോത്രം, നിന്റെ പഴയത് നീ കർത്താവിന് കൊടുത്താ ഇന്ന് പുതിയ നിനക്ക് വാങ്ങാം. നിന്റെ പഴയ ജീവിതം, നിന്റെ പഴയ അവസ്ഥ, നിന്റെ പഴയ സാഹചര്യം, നിന്റെ പഴയ വഴി, നീ അനുഭവിച്ച പഴയ കഷ്ടം, പഴയ ബന്ധനം, പഴയ പ്രശ്നം, സകലതും ഇന്ന് പകൽ എടുത്ത് ഒന്നോടുകൂടെ യേശുവിന്റെ അടുക്കൽ ആ ക്രൂശിന്റെ ചുവട്ടിൽ ഇന്ന് പകൽ ആര് വെക്കാൻ തയ്യാറാകുമോ അവരുടെ വക്കലേക്ക് ഒരു പുതിയ പുസ്തകം യേശു കൊടുക്കാൻ പോവുകയാ. നീ പുതിയത് പ്രാപിക്കാൻ പോകുകയാ. മുമ്പുള്ളവയെ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കാൻ വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഞാൻ നിനക്ക് വേണ്ടി കുഞ്ഞേ, നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പുതിയത് ചെയ്യുന്നു. പുതിയത് കിട്ടുമെന്ന് ഉറപ്പുള്ളവർ മാത്രം കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ, ആമേൻ. ഇതിനകത്തിരിക്കുന്നവർ സ്തുതിച്ചുകൊണ്ടിരുന്നോണം, ആരാധിച്ചുകൊണ്ടിരുന്നോണം. എന്താ കാര്യം? ഇവിടെ യേശു ഉണ്ട്. അവൻ നിന്റെ വീടിന്റെ കെട്ടുകൾ പൊട്ടിച്ചോണ്ടിരിക്കുകയാ. പഴയതുമായി നീ വരരുത്, പഴയ രീതിയുമായി വരരുത്, പഴയ അവസ്ഥയുമായി വരരുത്, പഴയ മനസ്സുമായി വരരുത്. ഒരു പുതിയ മനസ്സുമായി, പഴയ മനസ്സുമായിട്ടല്ല, പഴയ ചിന്തയുമായിട്ടല്ല. ഇനി നീ പോകേണ്ടത് പുതിയ മനസ്സുമായി, പുതിയ ചിന്തയുമായി, പുതിയ താല്പര്യങ്ങളുമായി, പുതിയ ആഗ്രഹങ്ങളുമായി, പുതിയ വാക്കുകളുമായി, പുതിയ പദ്ധതികളുമായി, പുതിയ വഴിയിലേക്ക്, പുതിയ കാഴ്ചപ്പാടുകളുമായി. സ്തോത്രം, നിന്റെ ജീവിതത്തിന്റെ പുതിയ കാഴ്ചപ്പാട് വെക്കാൻ ഇന്ന് പകൽക്കാലം നീ യേശുവിന്റെ അടുക്കലേക്ക് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. പഴയ വഴികൾ മാറാൻ പോകുകയാ, പഴയ കാഴ്ചപ്പാടുകൾ മാറാൻ പോകുകയാ, പഴയ യാത്ര മാറാൻ പോകുകയാ. പഴയ ചിന്തകൾ മാറാൻ പോകുകയാ, പഴയ ചിന്താഗതികൾ മാറാൻ പോകുകയാ, പഴയ സങ്കല്പങ്ങൾ മാറാൻ പോകുകയാ, പഴയ പദ്ധതികൾ മാറാൻ പോകുകയാ, പഴയ സംസാരങ്ങൾ മാറാൻ പോകുകയാ, പഴയ അവസ്ഥകൾ മാറാൻ പോകുകയാ, പഴയ രീതികൾ മാറാൻ പോകുകയാ. ഇത് പുതിയ ചിലത് ഇതുവരെ ആരും പ്രാപിക്കാത്തത്, ഇതുവരെ ചിന്തിക്കാത്തത്, ഇതുവരെ കാണാത്തത് പ്രാപിച്ചുകൊണ്ട് ഇന്ന് പോൽ മടങ്ങി പോകുവാൻ. സ്തോത്രം, ദൈവാത്മാവ് പറയുന്നു, പുതിയതുമായി നീ മടങ്ങുന്നു. സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി പഴയതുമായല്ല, ഇനി പുതിയതുമായി. ഹല്ലേലൂയ. നീ ഇനി പഴയ വ്യക്തിയല്ല, നീ പരാജിതനല്ല. ക്രിസ്തുവിൽ നീ ജയാളിയോ, ക്രിസ്തുവിൽ നീ ജയാളിയോ, ക്രിസ്തുവിൽ നീ ജയാളിയോ. ഹല്ലേലൂയ.
ആമേൻ. ഹല്ലേലൂയ. ഇന്നലെ നീ പറഞ്ഞു കാണും, സ്തോത്രം, ജീവിതം മതിയെന്ന്, ജീവിതം മടുത്തെന്ന്, ജീവിതം അവസാനിപ്പിക്കാമെന്ന്. സ്തോത്രം. എന്നാൽ ഇപ്പൊ നീ പറയും, ഞാൻ ജീവിക്കുന്നു, എന്റെ യേശു എനിക്ക് വേണ്ടി ജീവിക്കുന്നു, ഞാൻ ജീവിക്കുന്നു, എന്റെ യേശു എനിക്ക് വേണ്ടി ജീവിക്കുന്നുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. എന്റെ യേശു ജീവിക്കുന്നു, ആയതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പിന്നെ വിളിച്ചു പറയും, യേശുവിനെ പിരിഞ്ഞ് ഒരു ജീവനം എനിക്കില്ല. ഹല്ലേലൂയ. എല്ലാം എല്ലാം യേശുവത്രേ, എല്ലാം യേശുവത്രേ. ഇന്ന് പകൽ നിന്റെ വാക്ക് മാറാൻ പോകുകയാ, നിന്റെ പാട്ട് മാറാൻ പോകുകയാ. ഓ റിക്കമാന, യെസ്, ഹല്ലേലൂയ. നീ വിളിച്ചു പറയാൻ പോകുകയാ, എന്റെ യേശു ജീവിക്കുന്നു. ആമേൻ. അതുകൊണ്ട് ഞാനും ജീവിക്കും, അതുകൊണ്ട് ഞാനും ജീവിക്കും. എന്റെ യേശു ജീവിക്കുന്നു, അതുകൊണ്ട് ഞാനും ജീവിക്കും. ഇല്ല, ഞാൻ മരിക്കാനുള്ളവനല്ല, മരിക്കാനുള്ളവളല്ല, ഞാൻ ജീവിക്കാനുള്ളവനാ, ഞാൻ ജീവിക്കാനുള്ളവനാ. എന്റെ യേശുവിന് വേണ്ടി ജീവിക്കാനുള്ളവനാ, ജീവിക്കാനുള്ളവളാ. എന്റെ യേശു എനിക്ക് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. യേശു എനിക്ക് വേണ്ടി മരിച്ചു, അതുകൊണ്ട് ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. ഒന്ന് പറഞ്ഞേ, യേശു എനിക്ക് വേണ്ടി മരിച്ചു, അതുകൊണ്ട് ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കും. എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു, അതുകൊണ്ട് ഞാൻ മരിക്കത്തില്ല, ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കും. ഞാൻ ജീവിക്കാൻ പോകുകയാ, ഞാൻ ജീവിക്കാൻ പോകുകയാ. ഞാൻ ഉറക്കം തൂങ്ങി വിശ്വാസിയായിട്ടല്ല, ഞാൻ മയങ്ങുന്ന വിശ്വാസിയായിട്ടല്ല, ഞാൻ തളർന്ന വിശ്വാസിയായിട്ടല്ല, ഞാൻ ജീവിക്കുന്ന വിശ്വാസിയായി, ഉത്സാഹമുള്ള വിശ്വാസിയായി. ഓ സ്തോത്രം. അവന്റെ അഭിഷേകം വഹിക്കുന്നവനായി, അവന്റെ സാക്ഷ്യം വഹിക്കുന്നവനായി, അവനെ ഉയർത്തുന്നവനായി ഞാൻ അവന് വേണ്ടി ജീവിക്കും. ഇന്ന് പകൽ എത്ര പേർ വിളിച്ചു പറയും, ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. ഹല്ലേലൂയ. എന്റെ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും. ഓ ഹല്ലേലൂയ. എന്റെ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും, ജീവിക്കും, ജീവിക്കും. യേശുവിന് വേണ്ടി ജീവിക്കാൻ അവൻ സമർപ്പണമുള്ള ദൈവമക്കളെ ഇന്ന് പകൽ ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റുകയില്ല. ഇന്ന് പോൽ പിടിച്ചു കെട്ടിയ സകല കെട്ടിനെയും ഒന്ന് കുടഞ്ഞെറിഞ്ഞ്, എല്ലാ കെട്ടുകളെ കുടഞ്ഞെറിഞ്ഞ്, എല്ലാം പിടിച്ചമർത്തുന്ന അന്ധകാര കരങ്ങളോട് പറ, എന്നെ വിട്ടു പോ. കുടഞ്ഞെറിഞ്ഞ്, കുടഞ്ഞെറിഞ്ഞ്. ഇനി ഞാൻ ഒതുങ്ങിയിരിക്കത്തില്ല, ഇനി ഞാൻ ഒതുങ്ങി നിൽക്കത്തില്ല, ഇനി ഞാൻ വെറുതെ നിൽക്കത്തില്ല. ഞാൻ മുമ്പോട്ട് പോകാൻ പോവുകയാണ്. ഇനി എന്നെ പിടിച്ചു വെക്കുവാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല, എന്നെ പിടിച്ചു വെക്കുവാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല, ഒരു പ്രശ്നത്തിന് സാധ്യമല്ല, ഒരു പ്രതികൂലത്തിന് സാധ്യമല്ല, ഒരു അന്ധകാരത്തിന് സാധ്യമല്ല, ഒരു മനുഷ്യന് സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ പിടിച്ചു വെക്കുവാൻ ആരാലും സാധ്യമല്ല, ആരാലും സാധ്യമല്ല, ആരാലും സാധ്യമല്ല, ആരാലും സാധ്യമല്ല. യെസ്, 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 യെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ ഒതുക്കാൻ ആരാലും സാധ്യമല്ല. ഇതാ ആത്മാവ് വിളിച്ചു പറയുന്നു, നിന്നെ ഒതുക്കി വെക്കാൻ ആരാലും സാധ്യമല്ല. നിന്നെ ഒതുക്കാൻ നോക്കുന്ന എല്ലാ ശക്തികളോടും ഇന്ന് വൽക്കലം പറ, പിശാചേ നീ മാറിപ്പോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു അന്ധകാര മണ്ഡലത്തിനും നിന്നെ പിടിച്ചു വെക്കുക സാധ്യമല്ല. ഇന്ന് പകൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ പിടിച്ചു വെച്ചതിന് നീ എടുത്തെറിയാൻ പോകുകയാ, നീ എടുത്ത് ദൂരേക്ക് എറിയാൻ പോകുകയാ, ദൂരേക്ക് എറിയാൻ പോകുകയാ. പാമ്പുകളെയും തേലുകളെയും ശത്രുവിന്റെ സകലവലത്തെയും ചവിട്ടുവാൻ ലഭിച്ച അധികാരത്താൽ ഇന്ന് പകൽ ചവിട്ടുക. നിനക്ക് ദോഷം ചെയ്ത, നിനക്ക് ദോഷം ചെയ്ത, നിനക്ക് ദോഷം നിരൂപിച്ച അന്ധകാര ശക്തികളെ കാൽക്കീഴെ ചവിട്ടുക. യെസ്, യെസ്. യേശു അധികാരം ഏറ്റെടുത്ത് അന്ധകാര മണ്ഡലങ്ങളെ കാൽക്കീഴെ ചവിട്ടുക. അധികാരമുള്ള യേശുവിൻ നാമത്തിൽ. യെസ്, യെസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെസ്. രോഗത്തെ കാൽക്കീഴെ ചവിട്ടുക. യെസ്. ഞെരുക്കത്തെ കാൽക്കീഴെ ചവിട്ടുക. നീ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെ കാൽക്കീഴെ ചവിട്ടുക. ഇന്ന് പകൽ അധികാരമുള്ളവനായ യേശുവിന്റെ നാമത്തിൽ എല്ലാ അന്ധകാര മണ്ഡലങ്ങളെ ഞങ്ങൾ കാൽക്കീഴെ ചവിട്ടുകയാണ്. ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇവിടെ വെളിപ്പെട്ടു വരട്ടെ, വെളിപ്പെട്ടു വരട്ടെ, വെളിപ്പെട്ടു വരട്ടെ. അധികാരമുള്ള യേശുവിൻ നാമത്തിൽ. യെസ്. ദൈവപ്രവർത്തിയുടെ മണ്ഡലം ആഴത്തിൽ ചലിക്കട്ടെ, ആഴത്തിൽ ചലിക്കട്ടെ. യെസ്.
വട്ടമിട്ട് കറക്കിയ ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാതെ നിന്നെ വഴി മുടക്കിയ, ലക്ഷ്യത്തെ തടഞ്ഞ, നിന്നെ പിടിച്ചു നിർത്തിയ ആ മേഖലകൾ ഇന്ന് പകൽ കാൽക്കീഴെ ചവിട്ടുക. യെസ്, അതിനെ ചവിട്ടുക. ഇൻ ജീസസ്, ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെസ്, 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 യെസ്. അതിനെ നിന്റെ കാൽക്കീഴെ അമർത്തുക. ഇതാ ഇന്നലെ നിന്റെ തലക്ക് മുകളിൽ നിന്ന് ഇന്ന് പകൽ നിന്റെ കാലിന് കീഴെയോ. കഴിഞ്ഞ നിമിഷങ്ങൾ നിന്റെ തലക്ക് വീഴുന്നത് ഇതാ നിന്റെ കാലിന്റെ കീഴെയോ. യേശുവിൽ വന്നപ്പോൾ നിന്റെ തലക്ക് വീഴുന്നത് നിന്റെ കാലിന്റെ കീഴെയോ, നിന്റെ കാലിന്റെ കീഴെയോ. എന്താ കാരണം? സകലം യേശുവിന്റെ കാൽ കീഴിലായി. ഇന്ന് പകൽ പ്രതികൂല അഭിഷേകം സകലതും സകലതും നിന്റെ കാൽ കീഴെയായി. സകല അധികാരങ്ങളും നിന്റെ കാൽ കീഴെയായി. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരാജയപ്പെടുകയില്ല. ഇതാ ഇതാ സകലത്തെ എനിക്കെല്ലാം അന്വേഷിതത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, റമശക്കേരിയ ഓരോരോ മശക്കരേദലേ ബേരിയ ദോരോ സെബോരോ ജയത്തിന്റെ നായകൻ, നിന്റെ പടകിന്റെ നായകനായി, നിന്റെ ജീവിതത്തിന്റെ നായകനായി, നിന്റെ കുടുംബത്തിന്റെ നായകനായി. നിനക്ക് വേണ്ടി നിന്റെ പടകിനെ നയിക്കാൻ നായകനായി, അമരക്കാരനായി, നിന്റെ വിശ്വാസ കപ്പലിലെ കപ്പിത്താനായി. ഓ യേശു കർത്താവ്, യേശു കർത്താവ്. സഹോദരനെ, ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നിന്റെ നായകനത്രേ. യേശു നിന്റെ നായകനത്രേ, നിന്റെ ജീവിതത്തിലെ നായകൻ. യെസ്, 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 യെസ്. ഹല്ലേലൂയ. യേശു, യേശു, യേശു നിന്റെ കുടുംബ ജീവിതത്തിലെ നായകൻ. മകൻ എന്ന നിന്റെ കുടുംബത്തിന്റെ അകത്ത് ഇതാ യേശു എന്ന നായകൻ വരുമ്പോൾ തകർന്ന നിന്റെ കുടുംബം പണിയപ്പെടാൻ പോകയോ ഇല്ല. നിന്റെ കുടുംബ ജീവിതം തകരത്തില്ല. ആരാ പറഞ്ഞേ നിന്റെ കുടുംബ ജീവിതം തകരുമെന്ന്? ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ, നിന്റെ കുടുംബ ജീവിതം തകരത്തില്ല. ഓ യെസ്, 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 യെസ്. യേശു, 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 യേശു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു, 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 യേശു. അവൻ നിന്റെ ജീവിതത്തിന്റെ നായകനാണ്. അവൻ നിന്റെ ജീവിതത്തിന്റെ നായകനാണ്. ആമേൻ. നീ എത്ര താഴ്ന്നു കിടന്നാലും അവിടെ നിന്നെ ഉയർത്താൻ അവൻ മതി. അവൻ മാത്രം മതി. അവൻ മാത്രം മതി. ആരും കാണാതെ, ആരും അറിയാതെ നീ മറഞ്ഞു കിടന്നാലും, നീ മറഞ്ഞു കിടന്നാലും ഓ നിന്നെ കാണുന്ന കണ്ണുകളുണ്ട്. നിന്നെ അറിയുന്ന യേശുവിന്റെ കണ്ണുകൾ, നിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന രണ്ട് കണ്ണുകൾ ഇന്ന് പകൽ നിന്നെ കണ്ടുകൊണ്ട് നിന്റെ അരികിലേക്ക് വരികയോ. എന്തിനു വേണ്ടിയോ? നിന്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുവാൻ ഇതാ എന്റെ യേശു, എന്റെ യേശു ഇന്ന് പകൽ. സഹോദരനെ, ഓ സഹോദരിയെ, ഓ കുഞ്ഞേ, നിനക്ക് വേണ്ടിയത്രേ ഇന്ന് പകൽ അവൻ ഇറങ്ങി വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ വന്നത് നിനക്ക് വേണ്ടിയാ. അവൻ വന്നത് നിനക്ക് വേണ്ടി മാത്രമാ. ഓ ഇന്ന് പകൽ അവന്റെ കരങ്ങളിലേക്ക്, അവന്റെ സന്നിധിയിലേക്ക് കുഞ്ഞേ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക.
എന്തിന് നീ രോഗം വഹിക്കണം, എന്തിന് നീ ബന്ധനം വഹിക്കണം, എന്തിന് നീ തകർച്ച അനുഭവിക്കണം, എന്തിന് നീ ഭാരപ്പെടണം, എന്തിന് നിരാശപ്പെടണം? നിനക്ക് യേശുവില്ലയോ? നിനക്ക് യേശുവില്ലയോ? നിനക്ക് യേശുവില്ലയോ? യെസ്, നിനക്ക് വേണ്ടിയല്ലയോ? നിനക്ക് വേണ്ടിയല്ലയോ അവൻ ക്രൂശിൽ തൂങ്ങിയത്? നിനക്ക് വേണ്ടിയല്ലയോ യേശു മരിച്ചത്? നിനക്ക് വേണ്ടിയല്ലയോ യേശു അടിയേറ്റത്? ഹല്ലേലൂയ. കുഞ്ഞേ, നിനക്ക് വേണ്ടിയല്ലയോ അവൻ രക്തമൊഴുക്കിയത്? ഹല്ലേലൂയ. നിനക്ക് വേണ്ടിയല്ലയോ അവൻ തന്റെ പ്രാണനെ കൊടുത്തത്? ഓഹോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പാപമല്ലേ അവൻ ചുവന്നൊഴിച്ചത്? നിന്റെ ശാപമല്ലേ അവൻ വഹിച്ചത്? നിന്റെ രോഗമല്ലേ അവൻ വഹിച്ചത്? നിന്റെ കഷ്ടമല്ലേ അവൻ വഹിച്ചത്? കുഞ്ഞേ, നിനക്ക് യേശുവില്ലയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിന് നീ കരയണം? എന്തിന് നീ ദുഃഖിക്കണം? എന്തിന് നീ നിരാശപ്പെടണം? നിനക്ക് യേശുവില്ലയോ? നിനക്ക് യേശുവില്ലയോ? നല്ല നാഥനില്ലയോ? ഈ നല്ല നാഥൻ, ഈ നല്ല നാഥൻ, ഈ നല്ല നാഥനെ കാണുവാൻ, ഈ നല്ല നാഥനെ കാണുവാൻ, ഈ നല്ല നാഥനെ അറിയുവാൻ, ഈ നല്ല നാഥനെ ആരാധിക്കുവാൻ, ഈ നല്ല നാഥനെ നന്ദി പറയുവാൻ. ഓ ദൈവ വൈദ്യരെ, ഇന്ന് പകൽ നിന്നെ ഏൽപ്പിച്ചോ ഈ നല്ല നാഥൻ. ഓ, നിന്നെ വിടുവിക്കുക, നിന്നെ വിടുവിക്കുക, നിന്നെ വിടുവിക്കുന്ന ഈ നല്ല നാഥൻ. യെസ്, 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 യെസ്. ഈ നല്ല നാഥൻ, അത്ഭുതത്തിന്റെ നാഥൻ, ഓ വിടുതൽ നൽകുന്ന നാഥൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ പറയുമായിരിക്കും, എന്റെ മാതാവില്ല, എന്റെ പിതാവില്ല, എന്നെ അറിയുവാൻ എന്റെ ഭർത്താവില്ല, എന്നെ എനിക്ക് എന്റെ മക്കളില്ല, ഓ എനിക്ക് സ്നേഹിതരില്ല, എന്നെ അറിയാൻ ആരുമില്ല. ഓ, നിനക്ക് യേശുവില്ലയോ? നിനക്ക് നാഥനില്ലയോ?